നിങ്ങളുടെ വെളിപ്പാട് ഈ വചനത്തിൽ നിന്നാണ് വരേണ്ടത്. അത് നിങ്ങൾ തുറന്ന് വായിക്കുമ്പം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത് പോലെ വേറെ ആർക്കും വെളിപ്പെടുത്തി തരാൻ പറ്റത്തില്ല. ദൈവം കുറേ നാളുകളായി എന്നോട് സംസാരിക്കുന്ന ഒരു കാര്യം. 2 കൊരിന്ത്യർ 10 അധ്യായം 8 വാക്യം. 2 Corinthians chapter 10 verse 8. 2 കൊരിന്ത്യർ 10 അധ്യായം 8 വാക്യം. നിങ്ങളെ ഇടിച്ചു കളവാനല്ല പണിവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെക്കുറിച്ച് ഒന്നധികം പ്രശംസിച്ചാലും ഞാൻ ലജ്ജിച്ചു പോകില്ല. പൗലോസ് പറയാ, അവർ അതോറിറ്റി is for building you up, not tearing you down. ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോസ്തലനോട് പറയുക, ഞങ്ങൾക്ക് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാം? നിങ്ങളെ പണിയാനാ, നിങ്ങളെ പണിതെടുക്കാനാ, നിങ്ങളെ ഇടിച്ചു കളയാനല്ല. ഇന്ന് സഭകളിൽ ഞാൻ കാണുന്നത് തകർന്നടിഞ്ഞ് ഈ പറഞ്ഞ പണിയാൻ ആരുമില്ലാതെ ഹാഫ് ബിൽട്ട് എന്നൊക്കെ അറിയാമല്ലോ. ഒരു പണി എവിടെയോ തുടങ്ങി, പക്ഷേ ഒരിക്കലും എങ്ങും എത്തിയിട്ടില്ല. അതിലെ കടന്നു പോകുന്നവരെല്ലാം തല ഉലുക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? പരിഹസിക്കുക. എന്താ, യേശുവിൻ്റെ പുറകെ പോയിട്ട് എന്തായി? ഇതേണ്ട രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് എന്തായി? ഇവരൊക്കെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ഈ തള്ള കടന്ന് നാടെല്ലാം നടന്ന് പ്രാർത്ഥിക്കുന്നു, പക്ഷേ അവരുടെ മക്കൾ എന്ത് ചെയ്യും? അല്ല അവരുടെ കൊച്ചുമക്കൾ എന്ത് ചെയ്യും? ഇങ്ങനെ പിശാച് പരിഹസിക്കുന്ന അവസ്ഥകളാണ് പല ജീവിതങ്ങളും പല കുടുംബങ്ങളും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ഒരു വചനം അദ്ദേഹം കുറേ നാളായിട്ട് സഭയിൽ വരുന്നവരെ പണിയാനുള്ള അധികാരം അദ്ദേഹം തന്നിരിക്കുന്നത്. ഒരു കാരണവശാലും അവരെ ഈ പറഞ്ഞ പോലെ ഇടിച്ചു കളയാനല്ല, തകർത്ത് കളയാനല്ല. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നൊരു വേദന എന്താണെന്നറിയുമോ? അനേകരോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പം അവരേറ്റവും കൂടുതൽ തകർന്നു പോയത് സഭകളിൽ ചെന്നിട്ടാണ്. വലിയ കുഴപ്പമില്ലാത്ത കുടുംബമായിരുന്നു, പക്ഷേ രക്ഷിക്കപ്പെട്ട് സഭയിൽ ചെന്ന് തകർന്നുപോയി. അവരെ ആരാണ്ട് ഇടിച്ചു കളഞ്ഞു. അതാ അവസ്ഥ. കാരണം ഈ വചനം വെച്ച് അവർ പണിയപ്പെട്ടില്ല. പലപ്പോഴും പരിശുദ്ധാത്മാവിനാൽ അവരെ പണിത് ദൈവം അവരെ എന്തിനായിട്ട് വിളിച്ചോ ആ വിളിയിലേക്ക് അവരെ സജ്ജമാക്കിയെടുത്തില്ല. എഫേസ്യ ലേഖനത്തിൽ വ്യക്തമായി പൗലോസ് പറയുന്നു, സഭയിൽ ദൈവം ദാനമായി 5 തരം ശുശ്രൂഷകരെ വെച്ചിട്ടുണ്ട്. അവരെന്തിനാ? അവരെ സഭയിലുള്ള ഓരോരുത്തരെയും അവരെ എന്താക്കിയെടുക്കാനാ? കർത്താവ് അവരെ ആക്കിയിരിക്കുന്ന വേലയ്ക്കായി അവരെ സജ്ജമാക്കുവാനാണ് ദൈവം ഇവരെ തന്നിരിക്കുന്നത്. അപ്പോസ്തലന്മാരെ തന്നിരിക്കുന്നു, പ്രവാചകന്മാരെ തന്നിരിക്കുന്നു, സുവിശേഷന്മാരെ, ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ, ഇവർ 5 പേരെയും 5-fold മിനിസ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഈ 5 തരം മിനിസ്റ്റേഴ്സിനെ ദൈവം അവരെ ദാനമായി സഭയ്ക്ക് നൽകിയിരിക്കുന്നു. അവർക്കൊരു ദൗത്യം കൊടുത്തിട്ടുണ്ട്. ആ സഭയിലുള്ള എല്ലാവരെയും അവരെ വിളിച്ച വേലയ്ക്കായി അവരെ എക്വിപ്പിംഗ് ദ സെയിൻസ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? സഭയിലുള്ളവരെ സെയിൻസ്, അവർ വിശുദ്ധന്മാർ. നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധരാ. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടതിൽ നിങ്ങൾ വിശുദ്ധരാ. നിങ്ങളെ വിളിച്ച വേലയ്ക്ക് ഒത്തവണ്ണം നിങ്ങളെ എക്വിപ്പ് ചെയ്യുക, സജ്ജമാക്കിയെടുക്കുക, പണിതെടുക്കുക, പരിശീലിപ്പിച്ചെടുക്കുക, അല്ലേ? തയ്യാറാക്കിയെടുക്കുക. അതിനുവേണ്ടിയാണ് നിങ്ങളെ ഒരു സഭയിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ നല്ല പാട്ടും കേട്ട് ഒരു പ്രസംഗവും കേട്ട് തലയാട്ടി ചോറും കഴിച്ച് പോകാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സജ്ജമാക്കിയെടുക്കണം. ഈ ദിവസങ്ങൾ ആ ഭാരം ദൈവം ധാരാളം തരുന്നു. ഈ ദിവസങ്ങളിൽ അതൊരു ലോക്കൽ ചർച്ചിനെ മാത്രമല്ല, ദൈവസഭയെ മുഴുവൻ അതിനുവേണ്ടി സജ്ജമാക്കിയെടുക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ചില വാക്യങ്ങൾ ആദ്യം വായിക്കാം. എഫേസ്യ ലേഖനം 2 അധ്യായം 19 മുതൽ 22 വരെ. എഫേസ്യർ 2 അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യം. എഫീഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 19 to 22. ആകയാൽ നിങ്ങൾ ഇനിയും അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും. നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളും അല്ല. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ നമ്മൾ അന്യരും പരദേശികളുമാണ്. കാര്യം ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, അല്ലേ? നമുക്ക് വേണ്ടി തയ്യാറാക്കുന്ന ആ പട്ടണത്തിലേക്ക് നമ്മൾ പോകും. അത് മറ്റൊരു കോണ്ടെക്സ്റ്റ്. പക്ഷേ അതേ സമയത്ത് ഇവിടെ നിങ്ങൾ അന്യരും പരദേശികളെന്ന പോലെ കിടന്ന് അലയേണ്ടവരല്ല. ഇന്ന് അനേക വിശ്വാസികളെ നോക്കുമ്പോൾ പരദേശികളെ പോലെ കിടന്ന് അലയുക. എന്താണെന്നറിയാമോ? അവർക്ക് ഒന്നാമത്തെ കാര്യം, ദേ ഡോണ്ട് ഹാവ് എ പ്ലേസ് ടു ബിലോങ് ടു, അല്ലേ? ആരും ഈ പറഞ്ഞ പോലെ ആരും അക്കൗണ്ടബിളും അല്ല. അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റി ഇല്ല, അല്ലേ? ആർക്കും ഇങ്ങനെ സത്യം പറഞ്ഞാൽ
എന്താണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് പോലും പിടിയില്ല. ഞാനിന്ന് അനേകരെ പരിചയപ്പെടുമ്പോൾ പലരും പറയും, എൻ്റെ ഒരു കാലത്ത് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ വലിയ താല്പര്യത്തിൽ ഇറങ്ങി, എനിക്ക് ദൈവം കൃപാവരങ്ങളെയൊക്കെ തന്നിരുന്നു, എന്നെക്കൊണ്ട് ദൈവം ചിലതൊക്കെ ചെയ്തിട്ടുമുണ്ട്, പക്ഷേ ഇന്ന് ഇതൊന്നുമില്ല, ഞാനിങ്ങനെ അലയുക. ശരിക്കും പറഞ്ഞാൽ അല്ലേ, അതൊരു വല്ലാത്ത അലച്ചില്ല. പക്ഷെ ഇവിടെ പറഞ്ഞാൽ നിങ്ങളങ്ങനെ അലയേണ്ടവരല്ല. നിങ്ങൾ ആരാ? വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവന. യു ബിലോങ് ടു ദ ഫാമിലി ഓഫ് ഗോഡ്. ദൈവ കുടുംബത്തിലെ, ദൈവ ഭവനത്തിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അടുത്തത്, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇന്നെൻ്റെ പോയിന്റ് അപ്പോസ്റ്റൽസ് ആൻഡ് പ്രോഫറ്റ്സ്. പ്രോഫറ്റ്സ് തൽക്കാലം വിടാം. ഞാനിന്ന് ആദ്യം ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ അതിനെപ്പറ്റി ചെറിയ വെളിപ്പാട് ദൈവം എനിക്ക് തന്നു. ഞാനൊന്ന് അതൊന്ന് പറയാം. ആദ്യമായിട്ടാണ് ഞാനിവിടെ പറയുന്നത്. സത്യം പറഞ്ഞാൽ, ഹൂ ഈസ് എ പ്രോഫറ്റ്, ഹൂ ഈസ് എൻ അപ്പോസ്റ്റൽ? ആരാണൊരു പ്രവാചകൻ, ആരാണൊരു അപ്പോസ്തലൻ? അതിനെപ്പറ്റി ഒത്തിരി ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ ആ ചിന്തകൾ ശരിയാണോ എന്നുള്ള വചനം വെച്ച് നോക്കണം. ശരി, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പം ഒരു ചർച്ച് പണിയുന്നത് പാസ്റ്ററല്ല. ചർച്ച് പണിയുന്നത് എൽഡേഴ്സിൻ്റെ കൗൺസിലോ ഈ പറഞ്ഞാൽ ചർച്ച് കൗൺസിലോ കമ്മിറ്റിയോ ഒന്നുമല്ല. സഭയെ, യേശുവിൻ്റെ സഭയെ എന്ത് അടിസ്ഥാനത്തിന്മേലാണ് പണിയുന്നത്? അപ്പോസ്തലന്മാർ. അടിസ്ഥാനമിട്ട് പണിയുന്ന അപ്പോസ്തലന്മാർ, അടിസ്ഥാനമിട്ട് പണിയുന്ന പ്രവാചകന്മാർ. പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ദേ ആർ ദ മൗത്ത് പീസ് ഓഫ് ഗോഡ്. അവർ ദൈവത്തിൻ്റെ വായ, അവർ ദൈവത്തിന് വേണ്ടി സംസാരിക്കുക, അവർ ദൈവത്തിൻ്റെ ശബ്ദമാണ് അവർ പറയുന്നത്, അല്ലേ? അത് അടുത്ത വാക്ക് 21. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ, ആ ക്രിസ്തുവിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. നമ്മൾ ഓരോരുത്തരും ജീവനുള്ള ഓരോ കല്ലുകളാണ്, നമ്മളെല്ലാം ചേർത്ത് കെട്ടി ഒരു കെട്ടിടമായി വളരുന്നു. അടുത്തത്, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു. കേട്ടോ, നമ്മളെ ദൈവം വന്ന് നിവസിക്കേണ്ടതിന്, എന്നിൽ ദൈവം വന്ന് വസിക്കേണ്ടതിന് ആത്മാവിനാൽ എന്നെ ഒന്നിച്ചു പണിഞ്ഞു വരുന്നു. പരിശുദ്ധാത്മാവ് സഭയിലുള്ള എല്ലാവരെയും ചേർത്താ പണിയുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് തനിക്ക് ഫേവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിരിക്കും ചിലരെ എന്ത് ചെയ്യുന്നു, അവരെ അനുഗ്രഹിക്കുന്നു, അവരിലൂടെ എന്തൊക്കെ ചെയ്യുന്നു, അവരെ പണിയുന്നു. അങ്ങനല്ല, സഭയിലുള്ള എല്ലാ കല്ലുകളെയും ചേർത്താണ് പണിയുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു? പലപ്പോഴും ഈ എറിയപ്പെട്ട് പറമ്പിൽ കിടക്കുന്ന കല്ലുകൾ പോലെ നമ്മൾ വന്ന് കിടക്കുന്നത് അല്ല. ഒരു കെട്ടിടത്തിൻ്റെ പണി കിടക്കുമ്പോൾ ആദ്യം കല്ലുകൊണ്ട് ഇറക്കും, പിന്നെ അതിൽ ഓരോ കല്ലെടുത്ത് കൊണ്ടുവച്ച് അതാത് സ്ഥലത്ത് വെച്ച് കെട്ടിപ്പൊക്കുമ്പോഴേ കെട്ടിടത്തിൻ്റെ ഭാഗമാണ്. മുറ്റത്ത് കിടക്കുന്ന കല്ല് ഈ കെട്ടിടത്തിൻ്റെ കല്ലല്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് പലരും നിങ്ങൾ കല്ല് അങ്ങ് ക്വാറിയിരിക്കുന്നേ ഉള്ളൂ, ചിലർ ടിപ്പറിയിരിക്കുന്നേ ഉള്ളൂ, ചിലർ അവിടെ കൊണ്ട് മുറ്റത്ത് കൊണ്ട് അൺലോഡ് ചെയ്തിട്ട് പോയി അവിടെ കിടക്കുന്നു. അത് മഴയും വെയിലും കൊണ്ട് അവിടെ കിടക്കുക. പക്ഷേ അതിൽ ഓരോ കല്ലിനെ പിറക്കിക്കൊണ്ടുവന്ന് ഈ പണിയിലെടുത്തു, എന്നിട്ട് ആ കെട്ടിടത്തിൽ ചേർത്ത് പണിഞ്ഞു വരിക. ആരാ ഈ പണി ചെയ്യുന്നത്? ആത്മാവിനാൽ ഒന്നിച്ചു പണിയപ്പെടുന്നു. ഇന്ന് മിറ്റത്ത് കിടക്കുന്ന കല്ലുകളുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ മിറ്റത്ത് നിന്ന് എടുത്ത് കൊണ്ടുവന്ന ഈ കെട്ടിടത്തിൽ ഒരു ജീവനുള്ള കല്ലായി വെച്ച് പണിയാൻ പോവുക കർത്താവ്. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നു? അന്ന് വരെ ആ കൽപാത്രങ്ങൾ വെളിയിൽ കാല് കഴുകാൻ വെള്ളം വെച്ചിരുന്ന പാത്രമാണ്. പക്ഷെ ഒരു ദിവസം എന്ത് ചെയ്തു? അതിനെ എടുത്തിങ്ങി അകത്ത് കൊണ്ടുവന്നു. ഇതുപോലെ നമ്മളും പുറംപറമ്പിൽ കിടന്നൊരു കാലമുണ്ട്. ഇനി അവിടെ കിടക്കാനല്ല, നമ്മളെ അകത്ത് കൊണ്ടുവന്നു. നമ്മൾ വെറും പച്ചവെള്ളം, വെയിലും മഴയും എല്ലാം കൊണ്ട് അവിടെ മുറ്റത്ത് കിടക്കുകയായിരുന്നു. പക്ഷേ ഇനി മുറ്റത്തല്ല, അകത്ത് വിലേറിയ നല്ല രുചി വരുത്തുന്ന നല്ല ഒന്നാന്തരം ആ വീഞ്ഞ നിറച്ച പാത്രങ്ങളായി അകത്ത് വന്നു. അവിടെ വന്നവർക്കെല്ലാം സന്തോഷമായി ഇതങ്ങോട്ട് പകർന്നു കൊടുത്തപ്പോൾ, അതുപോലെ ഇനി ഈ പറഞ്ഞ പോലെ വീഞ്ഞെന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ പാത്രങ്ങളായി നമ്മൾ ഓരോരുത്തരും നമ്മളെ ആക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് നിങ്ങൾ ചിലരോട് സംസാരിക്കുക. നെവർ എവർ ലുക്ക് ഡൗൺ ഓൺ യുവർ സെൽഫ്. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ കുടുംബജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ആരോഗ്യം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ മക്കൾ അങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ഭാവിയെല്ലാം തൊലഞ്ഞു പോയല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ചിലരെങ്കിലും ഇവിടെയുണ്ട്. ഇന്ന് ഈ ഉച്ച സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറയും, ഇല്ല. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്ക് തുടങ്ങിയുള്ള ദൂത് നിങ്ങൾ നേരത്തെ കേട്ട് കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ആരെയും ബാക്കി വയ്ക്കാതെ എല്ലാവരെയും ചേർത്ത്
എൻ്റെ കർത്താവ് പണിയാൻ പോവുക, കർത്താവ് പണിയാൻ പോവുക. അവിടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, അപ്പോസ്തൽ എന്നുള്ള വാക്ക് ഇന്ന് ഒത്തിരി പേർക്ക് ആ വാക്ക് വലിയ പിടിയില്ല. പാഷർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വരുന്നതും പോകുന്നതും എല്ലാം പാഷർ അല്ലേ. ഈ പാഷറിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത് അല്ലേ. നിങ്ങൾക്കൊക്കെ ഈ പാഷറിനെ കൂടാതെ പറ്റത്തില്ല. എന്താണ് സാംപാഷർ? അയ്യോ സാംപാഷർ എനിക്കറിയാം, സാംപാഷർ നിങ്ങൾക്ക് എല്ലാം വലിയ ആളാണ് ഇവിടെ. പക്ഷെ ഞാൻ പറഞ്ഞു ഇനി പറയുന്നത് ഷാംപാഷറെ പറ്റിയല്ല, വേദപുസ്തകത്തിൽ പറയുന്ന അപ്പോസ്തലനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, പാസ്റ്റർമാരെ നിങ്ങൾ എന്നെ കേൾക്കുന്ന പാസ്റ്റർമാരുണ്ടെങ്കിൽ നിങ്ങൾ വെറും പാസ്റ്ററായിട്ടിരിക്കാനല്ല, നിങ്ങളുടെ മേലുള്ള നിങ്ങളെ ദൈവം വിളിച്ച വിളിയിൽ അപ്പോസ്തലിക വിളിയാണ്. ഇന്ന് ചിലരത് ഏറ്റെടുത്തോണം. യു ഹാവ് എൻ അപ്പോസ്തലിക് കോളിംഗ് ആൻഡ് മാൻഡിൽ ഓൺ യുവർ ലൈഫ്. അത് ദൈവം നിങ്ങൾക്ക് തന്നതാണെങ്കിൽ ആ ഒരു പുതപ്പിൻ്റെ കീഴിലേക്ക് നിങ്ങൾ വന്ന് ആ പുതപ്പിൽ വേണം നിങ്ങൾ ഇനി മുന്നോട്ട് ശുശ്രൂഷിക്കാൻ. ഇത് ഞാൻ ആരോടൊക്കെയോ പ്രവചനാത്മാവിൽ വിളിച്ചു പറയാം. അത് ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്നവർ മാത്രമല്ല കേൾക്കുന്നത്, ലോകത്തെവിടെ ഇനി ഇതിന് ശേഷം കേൾക്കാൻ പോകുന്ന അനേകരോട് ഞാൻ വിളിച്ചു പറയുക, യു ഹാവ് എൻ അപ്പോസ്തലിക് മാൻഡിൽ ഓൺ യുവർ ലൈഫ്, ബട്ട് യു ഹാവ് നോട്ട് റിയലൈസ്ഡ് ഇറ്റ് യെറ്റ്. ഇതുവരെയും അത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോസ്തലോസ് എന്ന് പറഞ്ഞൊരു വാക്ക്, ഒരു ഗ്രീക്ക് വാക്കിൻ്റെ വാക്ക്, ആ വാക്കിൻ്റെ സിമ്പിൾ മീനിങ് ദ വൺ ഹൂ ഈസ് സെൻഡ് വിത്ത് അതോറിറ്റി. എന്താണ്? അധികാരത്തോടെ അയക്കപ്പെട്ടവൻ എന്നാണ് അപ്പോസ്തലൻ എന്നൊരു വാക്കിൻ്റെ അർത്ഥം. അധികാരത്തോടെ അയക്കപ്പെട്ടവൻ. അവൻ ചുമ്മാ കയറി പോകുന്നതല്ല, അവനൊരു അധികാരം അവന് കൊടുത്ത് ഒരു അധികാരി അവനെ അയച്ചിരിക്കുക. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോവുകയും. ഒരു അധികാരി, അധികാരമുള്ള ഒരു അധികാരി നമ്മളെ അധികാരത്തോടെ അയക്കുക. അതാണ് അപ്പോസ്തലൻ എന്ന് പറയുന്നത് അല്ലേ. ഹീസ് എ മെസ്സഞ്ചർ വിത്ത് എ ഡിവൈൻ അസൈൻമെൻറ്റ്. അവനൊരു വലിയൊരു അസൈൻമെൻറ്റ് കൊടുത്തു വിടുക. എന്ത് അസൈൻമെൻറ്റ്? ദൈവികമായ ഒരു അസൈൻമെൻറ്റ്. അവനൊരു വേല, ഒരു ദൗത്യം അവനെ ഏൽപ്പിച്ചു വിടുക. പക്ഷെ ആരാ ദൗത്യം ഏൽപ്പിച്ചത്? കേരള മുഖ്യമന്ത്രിയല്ലേ ഏൽപ്പിച്ചത്, സഭയിലെ പാസ്റ്ററുമല്ല ഏൽപ്പിച്ചത്. ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ച് നിങ്ങളെ അയക്കുന്നു. ഡിവൈൻ അസൈൻമെൻറ്റ്. അടുത്തത്, ഹീസ് എ പേഴ്സൺ കമ്മീഷൻ ബൈ ഗോഡ്. അവനെ കൈവച്ച് വിടുന്നത് ആരാ? ദൈവം തന്നെയാ. ദൈവം അവനെ നിയോഗിച്ചയക്കുക. എന്താണ് കമ്മീഷൻ? ടു ബിൽഡ്. ചിലത് പണിയുവാനാണ്. നേരത്തെ വായിച്ചല്ലോ, ഇടിച്ചു കളയാനല്ല, പണിയാനാണ്. ടു ബിൽഡ്, ടു എസ്റ്റാബ്ലിഷ്, ചിലതിനെ സ്ഥാപിക്കുവാൻ. ടു ബിൽഡ്, ടു എസ്റ്റാബ്ലിഷ് ആൻഡ് സെറ്റ് ഓർഡർ. ചില ക്രമങ്ങൾ വരുത്തുവാനാ. അതെത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലാവണമെന്നില്ല എല്ലാവർക്കും. ഇന്ന് സഭകളിലേക്ക് നോക്കുമ്പം ക്രമം കാണുന്നില്ല, ഒരു ഓർഡർ കാണുന്നില്ല, ഒരു ഡിവൈൻ ഓർഡർ. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം മനസ്സിൽ സ്വപ്നം കണ്ട ഒരു ഓർഡറുണ്ട് ദൈവസഭയിൽ. ആ ഓർഡർ ഇന്ന് സഭയിൽ കാണുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുക, ഈ നാടുകൾ ചിലരെ എഴുന്നേൽപ്പിച്ച് ദൈവസഭയ്ക്കുള്ളിൽ ഒരു ക്രമം കൊണ്ടുവരും. ഒരു ക്രമം കൊണ്ടുവരും. എത്ര പേരത് വിശ്വസിക്കുന്നു? ഇന്ന് ഈ ദൈവസഭയെ സകലരും പുച്ഛിച്ച് തള്ളുക. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തുമാത്രം അപമാനകരമായ കമൻസാണ്. അതിന് കാരണമുണ്ട്. അങ്ങനെയാണ് സഭ കാട്ടിക്കൂട്ടുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒരു ക്രമം ദൈവം വരുത്താൻ പോകുന്നു. ആ ക്രമം വരുത്തുന്നത് കോടതി നിയമം വഴിയല്ല, അതേതെങ്കിലും ഗവൺമെൻറ് പാസ്സാക്കുന്ന ഓർഡറുമല്ല, ഒരു സഭയുടെ ഭരണഘടന തിരുത്തുന്നതുകൊണ്ടല്ല. ആ ക്രമം വരാൻ പോകുന്നത്, ആ ക്രമം കൊണ്ടുവരാൻ പോകുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അവർ എഴുന്നേറ്റ് സഭയിൽ എങ്ങനെ ക്രമത്തിൽ കാര്യങ്ങൾ പോകണമെന്ന് അവർ പറയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളൊരു ഡിവൈൻ ഓർഡർ കൊണ്ടുവരുന്ന ചിലരെയാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോസ്തലന്മാർ. അവരുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദ മിനിസ്ട്രി ഓഫ് ബീയിങ് സെൻഡ്. അവരെ അയക്കപ്പെടുന്നവരാണ് അവർ ചുമ്മാ എഴുന്നേറ്റ് ഞാൻ ഇന്നോട്ട് അപ്പോസ്തലനാണ്. ഇന്നിപ്പം സ്വയംഭൂ അപ്പോസ്തലന്മാർ ഒത്തിരിയുണ്ട്. ഈ അപ്പോസ്തലൻ്റെ വാക്കിന് തന്നെ വിലയില്ലാതെ പോയി. ഞാൻ പണ്ട് തമാശയായിട്ട് പറയും, അപ്പോസ്തലൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പോൾ സ്ഥലത്തുള്ളവൻ. അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി അല്ലേ. പക്ഷെ അങ്ങനല്ല. ദൈവത്താൽ അയക്കപ്പെട്ടവൻ ചിലത് പണിയുവാനും ചിലത് ഉറപ്പിക്കുവാനും ചില ക്രമങ്ങൾ കൊണ്ടുവരുവാനുമായിട്ട് ദൈവത്താൽ അയക്കപ്പെടുവാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യം യേശു പറഞ്ഞൊരു വാക്യമുണ്ട്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതിൻ്റെ അർത്ഥം വി ഹാവ് ബീൻ സെൻഡ് ബൈ ഗോഡ് അല്ലേ. യേശു പറഞ്ഞ ശിഷ്യമാണ്, ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്തുകൊണ്ടാണ്? എൻ്റെ പിതാവ് എന്നെ അയച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെയും അയക്കുന്നു. അങ്ങനെയെങ്കിൽ അപ്പോസ്തോലിക് മിനിസ്ട്രി എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ സെൻഡിങ് മിനിസ്ട്രി. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? പാസ്റ്റേഴ്സ് ചെയ്യുന്നത് നിങ്ങളെല്ലാം ഗ്യാദർ ചെയ്യും. ഇപ്പം നിങ്ങളെല്ലാം കൂട്ടി ഇവിടെ വരുത്തി. ഒരു പാസ്റ്റേഴ്സ് സംബന്ധിച്ചോളം ഞായറാഴ്ച അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. എല്ലാവരും വന്ന് മുന്നിൽ ഇരുന്നാൽ
സന്തോഷം. ഇപ്പം ഞാനിവിടെ നോക്കുമ്പോഴും ആരൊക്കെ ഇല്ലാത്തതെന്നാണ് നോക്കുന്നത്. നിങ്ങൾ വന്നവരെ ഒന്നുമല്ല ഞാനിപ്പം കാണുന്നത്. ഞാനിവിടെ നിന്ന് ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോയി, സത്യം പറഞ്ഞാൽ വീട്ടിൽ കയറുന്നതിനകത്ത് ആ പോകുന്ന പോക്കിൽ തന്നെ ഇന്ന് വരാത്ത എല്ലാവരുടെയും ഒരു കണക്ക് എൻ്റെ മനസ്സിൽ എടുക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയും, കർത്താവേ ഇന്ന് അവരെ കൊണ്ടുവരാത്തതിനായിട്ട് സ്തോത്രം, വന്നിരുന്നെങ്കിലും സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സ്ഥലം വരുന്നവരെ തൽക്കാലം ഈ വൈദവേ അത് പറയാൻ വിട്ടുപോയി, നമുക്ക് കർത്താവ് ഒരു വിട്ടുപോയല്ലേ, ഓക്കെ പറഞ്ഞോ? ഇല്ല പറഞ്ഞില്ല. ദൈവമേ ഇതാണ് എൻ്റെ കുഴപ്പം, ദൈവമേ പറയേണ്ട കാര്യം പറഞ്ഞില്ലല്ലോ. ഓക്കെ, ദൈവം നമുക്കൊരു സ്ഥലം, ഒരു 1.5 ഏക്കർ സ്ഥലം ഇതിനടുത്ത്, കുറച്ച് മരുതൂറിനടുത്ത് നമുക്ക് അഡ്വാൻസ് കൊടുത്തിട്ടു. കർത്താവിനെ വെച്ചാൽ ഈ ആഴ്ച അത് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് രജിസ്റ്റർ ചെയ്താൽ പിന്നെ അടുത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ ദയവായി നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ഉള്ളിൽ തരുന്ന താല്പര്യം ദയവായി അത് ചെയ്യണമേ. ഓൺലൈനായതുകൊണ്ട് ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. മാത്രമല്ല എനിക്ക് കാശ് ചോദിക്കാൻ ഇച്ചിരി ഒരു ചളുപ്പുള്ള കൂട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ചമ്മിയൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാനുള്ളൊരു ധൈര്യം എനിക്കില്ല, അതല്ലേ. എന്തായാലും ആ കാര്യം ദയവായി നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ഓക്കെ, അപ്പം അങ്ങനെയെങ്കിൽ ഈ സഭയിൽ വരുന്ന ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ചില നിയോഗങ്ങൾക്കായിട്ട് അയക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ഈ ക്രിസ്മസ് സമയത്തൊക്കെ എന്ത് നല്ല സമയമാണെന്നറിയോ? ചില വീടുകളിലേക്ക് നിങ്ങൾ ചിലരുടെ അടുത്തേക്ക് ചെന്ന് ദൈവം നിങ്ങളെ നിയോഗിച്ച് അയക്കുന്നതാണെങ്കിൽ ആ നിയോഗത്തിൽ പോയി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് ചിലരോട് സംസാരിച്ച കാര്യം എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പലരും പറയുന്നുണ്ട്. അപ്പം ഈ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് സ്റ്റേഷനറി. അവരൊരിടത്ത് ഇങ്ങനെ ഇരുന്ന് വേറിറങ്ങിയിരിക്കുന്നവരല്ല. ദേ ആർ ദ സെൻഡ് വൺസ്, അല്ലേ? അവരെ എങ്ങോട്ടയക്കും? അടുത്ത വീട്ടിലേക്കും അടുത്ത ഗ്രാമത്തിലേക്കും അടുത്ത പട്ടണത്തിലേക്കും, ലോകമെങ്ങും എവിടെ വേണേലും, ഭൂമിയുടെ അറ്റമാണ് അതിര്. അതിൻ്റെ അർത്ഥം യെരുശലേമിൽ തുടങ്ങി യഹൂദിലെല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എവിടെയെല്ലാം മനുഷ്യനും മജാതിയും ഉണ്ടോ അവിടെ എല്ലാം പോകേണ്ടവരാണ് നമ്മൾ, അല്ലേ? അവർ പോകുമ്പോൾ ഓർക്കണം, ദേ ബ്രേക്ക് ന്യൂ ഗ്രൗണ്ട്. അവർ പോയി എന്ത് ചെയ്യും? അവർ പോയി ഒന്നേന്ന് ഒരാളുടെ പണിയുടെ മേളിൽ ചെന്ന് പണിയല്ല, അവർ ഇതുവരെയും ആരും പോയിട്ടില്ലാത്തടത്ത്. പൗലോസിന് ഏറ്റവും വലിയൊരു വാശിയായിരുന്നു, അല്ലേ? ഞാൻ ആരും പോകാത്തടത്ത് ഞാൻ പോവും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളി ആരും പോകാത്തടത്ത്, ഒരു പക്ഷേ അതർവൈസ് വേറെ ആരും സുവിശേഷം പറഞ്ഞ് കേൾക്കാൻ സാധ്യതയില്ലാത്തവരിലേക്ക്, അങ്ങനെയുള്ള ചില കുടുംബങ്ങളിലേക്ക്, ചില സമൂഹങ്ങളിലേക്കും ദൈവം എന്നെ നിങ്ങളെ അയക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളിടത്തേക്ക് അയക്കപ്പെടുവാനാണ് ദൈവം നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. പണ്ട് ഈ തിരുവനന്തപുരത്ത് ഈ ഔട്ട്റീച്ച് എന്നൊക്കെ പറഞ്ഞ സഭകൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഔട്ട്റീച്ച് ചെയ്യാം എന്ന് പറയുമ്പോൾ അവരോടെ മനസ്സിൽ തിരുവനന്തപുരം ചില കോളനികളുണ്ട്. തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ കാളനി, അല്ലേ? അന്ന് പണ്ടെല്ലാം ചങ്കച്ചുള്ള കോളനി, ഗുണ്ടുകാട് കോളനി. അപ്പോൾ ഈ കോളനികളിൽ ചെന്ന് സുവിശേഷം പറഞ്ഞാൽ അവർ മാത്രമേ കേൾക്കത്തുള്ളൂ. കാരണം അവിടെ ചെന്ന് നമുക്ക് അടി കിട്ടത്തില്ല, നമുക്ക് ഇങ്ങനെ. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, അന്ന് നമ്മളതിന് പറയുന്നൊരു വാക്കാണ് അൺറീച്ച്ഡ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണ്ട് സായിപ്പന്മാർക്ക് അമേരിക്കയിൽ നിന്ന് ഔട്ട്റീച്ചിട്ട് പോകണമെങ്കിൽ ആഫ്രിക്കയിൽ പോകണം, അല്ലേ? ഇരുണ്ട് പോകാണ്ടമാണ്. പിന്നെ ഒരു കാലത്ത് നമ്മളും പറഞ്ഞു നമുക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണം, അവിടെ എല്ലാം ഇരുട്ടാണ്. എന്താണ് അൺറീച്ച്ഡ്? വേറെ ചിലർ ഞങ്ങൾ വയനാട്ടിൽ പോയി, അവിടെ ട്രൈബൽസിൻ്റെ ഇടയിൽ അൺറീച്ച്ഡ്. ഞാൻ പറയട്ടെ, വയനാട്ടിൽ മറ്റേ മരത്തിൻ്റെ മണ്ടയിരിക്കുന്ന ആദിവാസി അവൻ അൺറീച്ച്ഡാണ്. ഇവിടെ 14ാമത്തെ നിലയുടെ മണ്ടയിൽ പെൻറ്റ് ഹൗസിൽ ഇരിക്കുന്ന ഏറ്റവും വലിയ പണക്കാരൻ അവനും അൺറീച്ച്ഡ് തന്നെയാണ്, ശരിയല്ലേ? അവനും വേണ്ടിയാണ് കർത്താവ് വന്നത്. ഇടയ്ക്ക് തിരുവനന്തപുരത്തൊരു വലിയ വീട് പണിയുന്നൊരു ആളുടെ പേര് പറഞ്ഞാൽ നിങ്ങളറിയും. അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഇറക്കാൻ വേണ്ടി കവടിയാറിൽ 2 ഏക്കർ സ്ഥലം രാജകുടുംബത്തിൻ്റെ ആയിട്ട് മേടിച്ച് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എന്തിനാന്ന് ചോദിച്ചപ്പം എയർപോർട്ടിലിറങ്ങി ഹെലികോപ്റ്ററിൽ കവടിയാറി വന്ന് അതിനടുത്ത് ഇപ്പം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ വീടാണെന്നാണ് പറയുന്നത്, അവിടേക്ക് വരാൻ വേണ്ടി അവിടെ ഒരുങ്ങുന്നു. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങേരും അൺറീച്ച്ഡ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും അയാളുടെ നിന്ന് ഒന്ന് ട്രാക്ട് പോയിട്ട് അയാളുടെ വീടിൻ്റെ മുറ്റത്തോടെ ആ ഫ്രണ്ട് വഴി കൂടെ പോകാൻ പേടിയാണെന്നല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, അയാൾക്കും വേണ്ടിയല്ലേ യേശു വന്നത്? അയാളും രക്ഷിക്കപ്പെടണ്ടേ? അയാളും രക്ഷിക്കപ്പെടണമെന്നല്ലേ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അയാളെ മനസ്സിൽ പോലും അയാളുടെ പേര് നമ്മുടെ മനസ്സിൽ വരുന്നില്ല, അല്ലേ? അതിൻ്റെ അർത്ഥം മരത്തിൻ്റെ മണ്ടയിലിരിക്കുന്ന ആദിവാസിയും അൺറീച്ച്ഡാ, ഏറ്റവും ഉയർന്ന ഘട്ടത്തിൻ്റെ മണ്ടയിരിക്കുന്നവനും അൺറീച്ച്ഡ് തന്നെയാണ്. 2 പേർക്കും വേണ്ടിയാണ് യേശു വന്ന് അവരിലേക്ക് അയക്കപ്പെടുവാനാണ് ദൈവം സഭകളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, പ്രിയപ്പെട്ടവർ. അപ്പോൾ അവിടെ ചെന്ന് ചില നിലം ഒരുക്കി വേണം പണിയാൻ. ചെന്ന പാടെ അവരെ താല്പര്യം വെച്ചോണ്ട് നിങ്ങളെ സ്വീകരിക്കാനിരിക്കുകയല്ല. യു ഹാവ് ടു ബ്രേക്ക് ന്യൂ ഗ്രൗണ്ട് ആൻഡ് യു മേ ഹാവ് ടു പ്ലാൻ ചർച്ചസ്. അവിടെ യു മേ ഹാവ് ടു എസ്റ്റാബ്ലിഷ് സ്പിരിച്വൽ ഓർഡർ. അവിടെ ഒരു ആത്മീക ക്രമം വരുത്തിയെടുക്കണം. റോമയിലെ
പണ്ട് റോമൻ ചക്രവർത്തിയുടെ കാലത്ത് അവിടെ ചില റോമൻ ജനറൽസ് ഉണ്ടായിരുന്നു. അവരെ ഈ പറഞ്ഞ പോലെ രാജാവ് എന്ത് ചെയ്യും, ചക്രവർത്തി ചില രാജ്യങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി അവരെ അയക്കും. അവരെ കമ്മീഷൻ ചെയ്ത് ആ കപ്പലിൽ കയറി അവിടെ പോയി, അവിടെ ഒരു ദ്വീപുണ്ട്, അത് പോയി പിടിച്ച്, നമ്മുടെ അയൽവക്കം ഉണ്ടല്ലോ അവിടെ ചെന്ന് അത് പിടിച്ച് ഇങ്ങോട്ട് പോവാം. അപ്പം അവർ പിടിക്കാൻ പോകുമ്പോൾ ഇത് പിടിച്ച് അറ്റാക്ക് ചെയ്ത് അവരെ ഈ പറഞ്ഞല്ലോ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാൻ ഒരു കൂട്ടർ ഫ്രണ്ടിൽ പോകും. അവർ പോയി യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കും. അവരാണ് ഈ പറഞ്ഞാൽ അവിടുത്തെ നാടുവാഴിയും രാജാവിനെയൊക്കെ പിടിച്ച് ബന്ധിച്ച് ഇങ്ങനെ ആഘോഷമായിട്ട് കൊണ്ടുവന്ന് റോമ പട്ടണത്തിലേക്ക് കയറുമ്പം വലിയ സ്വീകരണം ഈ ജനറലിന് കൊടുത്ത് ഇയാൾ വലിയ രാജാവായിട്ട് ഇങ്ങനെ നടന്ന് അയാളെ പല്ലക്കി കയറ്റി ഇങ്ങനെ കൊട്ടാരത്തിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇയാൾ പിടിച്ചുകൊണ്ട് വന്ന് അവിടുത്തെ രാജാവിനെയൊക്കെ ഈ പറഞ്ഞ ചങ്ങലയിട്ട് അയാളെയും പുറകെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാം കുന്തിരിക്കമൊക്കെ പുകച്ച് മറ്റേ സാമ്പ്രാണിയൊക്കെ കത്തിച്ചാണ് ഭയങ്കര പാട്ടും ആട്ടവും ഡാൻസും ഒക്കെ ആയിട്ട് ആഘോഷമായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ സാമ്പ്രാണി കത്തീൻ്റെ മണം വരുമ്പം അക്കമ്പക്കത്തുള്ള വീട്ടുകാർക്കൊക്കെ മനസ്സിലാവുന്നത് ആരാണ്ട് എങ്ങാണ്ട് ഏതാണ്ട് പിടിച്ചടക്കി കൊണ്ടുവരുന്നു. എല്ലാവരും വന്ന് ജെല്ലിക്കൂടൊക്കെ നോക്കുക, ആരായി ജനറൽ എന്തായാലും പിടിച്ചുകൊണ്ട് വരുന്നത്. സന്തോഷം, അവിടെ വലിയ ഇയാളിപ്പം രാജാവ് അയാളെ ആദരിക്കാൻ പോവുക. പക്ഷേ ഈ സാമ്പ്രാണിയുടെ മണം അടിക്കുമ്പം ഈ പുറകിൽ ചങ്ങലയിട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഗതി എന്തായിരിക്കും? നേരെ അങ്ങോട്ടും അയാളെ എന്താ ചെയ്യാൻ പോകുന്നത്? കഴുത്ത് വെട്ടാൻ പോവുക അല്ലേ? ഈ ഒരു ചിത്രം മനസ്സിൽ കണ്ടിട്ടാണ് പൗലോസ് ഒരു വാക്യം പറഞ്ഞെന്നുള്ള കാര്യം മറക്കരുത്. അപ്പം ഇന്ന് ഈ ജനറൽസ് പോയിട്ട് പിടിച്ചെടുത്ത് കൊണ്ടുവരുമ്പം അത് മിക്കവാറും പട്ടാള ജനറലാണ്, അടുത്തൊരു സെറ്റിനെ അയക്കും. അവർ പോയി എന്ത് ചെയ്യാമെന്നറിയാം? അവരവിടെ പോയിട്ട് അവിടുത്തെ ആ കൾച്ചർ മാറ്റി റോമൻ കൾച്ചർ അവിടെ ആക്കും. അവിടെ ചെന്നാൽ അവർ പണ്ട് എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത് അത് മാറ്റും. ഇല്ല, സീസർ ഇസ് ലോർഡ് എന്ന് വേണം പറയാൻ, അല്ലേ? അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവർ മാറ്റും, അല്ലേ? അവിടുത്തെ സകല കാര്യങ്ങളും എന്ത് ചെയ്യും? അവർ മാറ്റിയെടുക്കും. ഈ റോമൻ കൾച്ചർ അവിടെ ഇമ്പോസ് ചെയ്യും. ഞാൻ പറയട്ടെ പ്രിയ, ആ പോകുന്ന കൂട്ടർക്ക് പറയുന്ന പേരാണ് അപ്പോസ്തലോസ്. അതിൻ്റെ അർത്ഥം ഇന്ന് ദൈവസഭയിൽ നിന്ന് മാത്രമല്ല നമ്മളെ ആക്കിയ ദേശത്തിൻ്റെ കൾച്ചർ മാറ്റിയെടുക്കാൻ ദൈവം വെച്ചിരിക്കുന്നത് ദൈവസഭയാണ്. ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റുകളെ നോക്കിയേ, അവരെന്തൊക്കെയോ ഒരു കൾച്ചർ, ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല, കൾച്ചർ കൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൂടെയും അല്ലേ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തേക്ക് അവർ പിടിച്ചെടുത്ത് എന്തൊക്കെയോ അവർ കയറ്റി വിടുക, അല്ലേ? അത് അവരുടെ ഒരു ദർശനമാണ്, അവരുടെ ഒരു കാര്യം അവർ ചെയ്യുന്നു, ദാറ്റ്സ് ഓക്കെ, അത് വിട്ടേക്ക്. പക്ഷേ അതിനേക്കാട്ടിൽ ഉന്നതമായ ദൈവരാജ്യത്തിൻ്റെ ചില കാര്യങ്ങൾ അത് ഈ സമൂഹത്തിലേക്ക് അതുകൊണ്ട് പകർത്താൻ ദൈവം ഏൽപ്പിച്ചയച്ചിരിക്കുന്ന ഒരു കൂട്ടമാണ് ദൈവസഭ. പക്ഷേ ഇന്നത്തെ പ്രശ്നം, നമ്മൾ ദൈവസഭ തന്നെ ലോകത്തിന് കൂത്തുകാഴ്ചയായിപ്പോയി. നമ്മളിൽ നിന്ന് എന്ത് പഠിക്കാനാണ് ലോകം? സമൂഹത്തിന് എന്ത് ഒരു പാഠമാണ് നമ്മൾ കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഇന്ന് ഒരു മാനസാന്തരവും മടങ്ങിവരവും ദൈവസഭയ്ക്ക് വേണം. നമ്മൾ മടങ്ങി വന്നിട്ട് പറയും, കർത്താവേ ഞങ്ങൾക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ, ഞങ്ങൾക്ക് കാട്ടി കൊടുക്കാൻ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുകയല്ല, നമ്മുടെ ജീവിതം കൊണ്ട് ജീവിച്ച് കാണിക്കണം, അല്ലേ? നമ്മളെയാണ് അവർ വായിക്കുന്ന പത്രം, അല്ലേ? അവർ പോയിട്ട് പത്രം നിവൃത്തി വായിക്കത്തില്ല, അവർ നമ്മളെ വായിക്കുമ്പോൾ അവർക്ക് ചിലത് പഠിച്ചെടുക്കാൻ പറ്റും. അവർ പറയും, ഇത് കൊള്ളാം, ഇങ്ങനെ ആയിരിക്കണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഈ ദേശത്തിൻ്റെ സംസ്കാരത്തെ മാറ്റിയെടുക്കുവാൻ നല്ലോണം ആർഷഭാരത സംസ്കാരം, സനാതന ധർമ്മം, ഇതൊക്കെ നമ്മൾ ഒത്തിരി പറയാം, അതൊക്കെ ഇരിക്കട്ടെ അവിടെ. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവരാജ്യം വരണം. അതിനുവേണ്ടി സഭ ആദ്യം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കഷ്ടകാലത്തിന് ഇതൊന്നും ഇന്നത്തെ സഭ പ്രാർത്ഥിക്കത്തില്ല. ഇത് പ്രാർത്ഥിക്കുന്നതിന് എന്തോ വിളിക്കുന്നത്? ഇപ്പോഴും സമുദായക്കാരനായിട്ട് ജീവിക്കുക, വേറുപെട്ട് ദൈവത്തിൽ നിന്നേ വേറുപെട്ട് മനുഷ്യർ. അതാ ഇപ്പം പ്രശ്നം. ഒന്ന് തിരിച്ചു വാ, ഈ വേറുപെട്ടവരൊക്കെ ഒന്ന് തിരിച്ചു വാ, ദൈവത്തിൻ്റെ അടുത്തേക്ക് വാ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം, അടുത്തത് തിരു രാജ്യം വരണമേ, തിരു ഇഷ്ടം സ്വർഗത്തിലെ പോലെ തിരുരാജ്യം വരണമേ, ലെറ്റ് ദൈ കിങ്ഡം കം. ഇനി സഭ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാ പ്രിയപ്പെട്ടവരെ, ലെറ്റ് ഗോഡ്സ് കിങ്ഡം കം. ദൈവരാജ്യം വരണം, അത് എന്നിൽ വരണം, ആദ്യം എൻ്റെ കുടുംബത്തിൽ വരണം, ഞങ്ങളുടെ സഭയിൽ ദൈവരാജ്യം വരണം, ഞങ്ങളുടെ ദേശത്ത് ദൈവരാജ്യം വരണം. ദൈവരാജ്യം വരുമ്പം അവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കും പ്രിയപ്പെട്ട. അപ്പം ബിൽഡിങ് ആൻഡ് എസ്റ്റാബ്ലിഷിങ്, ചിലത് പണിത് ഉറപ്പിക്കണം.
അതിൻ്റെ അടിസ്ഥാനമാണ് അപ്പോസ്തലന്മാരെന്ന് ഓർക്കണം. അപ്പം ഈ അപ്പോസ്തലിക് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫൗണ്ടേഷണൽ മിനിസ്ട്രി അല്ലേ. ആ അടിസ്ഥാനത്തിന് മേലാ പണിയുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ കഷ്ടം, ലജ്ജയോടുകൂടെ സങ്കടത്തോടെ പറയുക, ഞാൻ തല കുനിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന് പല സഭകളും ശുശ്രൂഷകളും പാസ്റ്റർമാരെന്ന അടിസ്ഥാനത്തിന് മേലാ പണിയുന്നത്. നിങ്ങളിതിനെ പലരും പാസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പം. അതുകൊണ്ടാണ് ഞാൻ തിരുത്തുന്നത്. ഇത് വേണേൽ എനിക്ക് പറയാതിരിക്കാം. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, പാസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിലല്ല സഭ പണിയപ്പെടേണ്ടത്, അപ്പോസ്തലിക അടിസ്ഥാനത്തിലാണ്. ഫൗണ്ടേഷണൽ എന്ന് പറഞ്ഞത് അപ്പോസ്തലിക് ആണ്, അല്ലാതെ പാസ്റ്ററലല്ല അല്ലേ. അപ്പം ഈ അപ്പോസ്തലന്മാരുടെ കാര്യത്തിൽ അവരെ ഓർക്കണം. ദേ ബിൽഡ്, അവർ പണിയുന്നു, ശരിയാണ്. ദേ ഓർഗനൈസ്, അവർ ചില കാര്യങ്ങളെ അവർ ക്രമീകരിക്കുന്നു. ദേ സ്ട്രക്ചർ, ദേ ബ്രിങ് സ്ട്രക്ചർ, ചിലതിന് ഒരു ഘടന ഉണ്ടാക്കുന്നു. ദേ എസ്റ്റാബ്ലിഷ്, ചിലതിനെ അവർ പണിത് ഉറപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു പണിയാണ് ദൈവം പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ആ പണിയിലാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും ആ അപ്പോസ്തലന്മാർ ചെയ്യുന്ന കാര്യം വീണ്ടും കൂടെ പറയാം. ദേ മേ പ്ലാന്റ് മിനിസ്ട്രീസ്, അവർ പല ശുശ്രൂഷകൾ അവർ നടും, ശരിയാണ്. ദേ സെറ്റ് ലീഡേഴ്സ് ഇൻ ഓർഡർ, അവർ ഓരോരുത്തരെ ഏൽപ്പിക്കും. ഓരോ ശുശ്രൂഷകരെ എന്ത് ചെയ്യും, ഓരോ ഉത്തരവാദിത്തങ്ങൾ അവർ ഏൽപ്പിക്കും. അവർ സംടൈംസ് ദേ കറക്റ്റ് ഡോക്ട്രിൻ. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഉപദേശത്തിൽ ഒത്തിരി തിരുത്തലുകൾ വേണ്ടിയിരിക്കുന്നു. കാര്യം തെറ്റായ ഉപദേശങ്ങൾ നമുക്ക് ചുറ്റും ഒരുപാട് കേൾക്കുന്നു, അതൊത്തിരി പഠിപ്പിക്കപ്പെടുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ വേദനയോടെ പറയുക, ആർക്കും എന്നോട് പിണക്കം തോന്നില്ല. ഞാൻ നിങ്ങൾ ഓടിച്ചാടി അവിടെ ഇവിടെയൊക്കെ പോകുന്ന ചില കോൺഫറൻസുകളും വർക്ക്ഷോപ്സും ഒക്കെ ഞാനും ചിലത് ഓൺലൈനിൽ കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്കതിന് പിടി കിട്ടുന്നില്ല. ചിലതൊക്കെ കേട്ടാൽ നമുക്കത് യോജിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഭയങ്കര ആത്മീയമായിട്ട് തോന്നും, ഭയങ്കര ഇതാണല്ലോ വെളിപ്പാട് എന്ന പോലെയാണ് പലരും പോയിരിക്കുന്നത്. വഞ്ചിക്കപ്പെടരുത് പ്രിയപ്പെട്ടവരെ, ഇതൊന്നും വെളിപ്പാടല്ല, അത് വഞ്ചനയുടെ ചില ശബ്ദങ്ങളാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങളുടെ വെളിപ്പാട് ഈ വചനത്തിൽ നിന്നാണ് വരേണ്ടത്. അത് നിങ്ങൾ തുറന്നു വായിക്കുമ്പം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത് പോലെ വേറെ ആർക്കും വെളിപ്പെടുത്തി തരാൻ പറ്റത്തില്ല. The simple reading of the word of God will give you much revelation which you may receive from otherwise. മറ്റെങ്ങും നിങ്ങൾക്ക് പ്രാപിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾ മുഴങ്കാലിൽ നിന്ന് ഈ പുസ്തകം തുറന്നൊന്ന് വായിക്കുക. ഇതിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇനി അഥവാ അതിൽ നിങ്ങൾക്ക് വായിച്ചിട്ട് ഗ്രഹിക്കാതെ പൊരുൾ തിരിയാതെ ഉണ്ടെങ്കിൽ ദൈവാത്മാവ് ആരിൽ വഴിയെങ്കിലും നിങ്ങളെ പഠിപ്പിക്കും. അത് നിങ്ങളുടെ ഹൃദയത്തിലെ ദാഹം പോലെ ഇരിക്കും. പക്ഷെ പ്രൈവറ്റ്ലി ഇറ്റ് ഈസ് യു ഹാവ് ടു സെർച്ച് ദ സ്ക്രിപ്റ്റേഴ്സ്. നിങ്ങൾ തന്നെയാണ് ഈ വചനം. നിങ്ങൾ അവിടെ ഈ ഓൺലൈനിൽ ചെന്നിട്ട് അവിടെ യൂട്യൂബ് വഴി നിങ്ങൾ ദയവ് ചെയ്ത് പഠിക്കാൻ പോരുത്. എൻ്റെ ഉൾപ്പെടെയാണ് ഞാനീ പറയുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയൊരു വഞ്ചന, പിശാചിൻ്റെ വഞ്ചന, യൂട്യൂബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ പലതരം ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കുക എന്ന് പറഞ്ഞാൽ ആ അവസ്ഥ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനൊരു വാർണിംഗ് തരിക. അപ്പോസ്റ്റൽസ് ഹാവ് ടു കറക്റ്റ് ഡോക്ട്രിൻ. റോങ് ഡോക്ട്രിൻസ്, തെറ്റായ ഉപദേശങ്ങളുണ്ടെങ്കിൽ അതിനെ തിരുത്തി. അതുകൊണ്ടാണ് ദൈവം തന്ന കൃപയ്ക്കൊത്തോണം ഈ സഭയിൽ, ഈ പുൽപ്പിറ്റ് ഒരിക്കലും തെറ്റായ ഒരു ഉപദേശം പഠിപ്പിക്കാൻ ഇത് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇവിടെ ആരെല്ലാം വന്ന് പ്രസംഗിച്ചിട്ടുണ്ടോ, പഠിപ്പിച്ചിട്ടുണ്ടോ, സൂക്ഷിച്ചിട്ടുണ്ടോ, അവരെല്ലാം ശരിയായ ഉപദേശം. അഥവാ ഒരാൾ തെറ്റി പറഞ്ഞാൽ ഉടനെ ഞങ്ങളത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ പേരിൽ ഒത്തിരി വഴക്കും പിണക്കും ഒക്കെ പലരും എന്നോട് പിണങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പണ്ടൊരിക്കൽ ചർച്ചിലൊരുത്തൻ, ചെന്നൈയിൽ നിന്നൊരുത്തൻ വന്നു. എല്ലാവരും കൂടെ കൊണ്ടുവന്നെയാണ്, നിവൃത്തിയില്ലാതെ കൊടുത്തു. പുള്ളി കയറി ഒരു പ്രസംഗം അങ്ങ് പ്രസംഗിച്ചു. അപ്പോൾ എന്തോ പറഞ്ഞു, ഞാൻ മൈക്കെടുക്കുമ്പോൾ അടുത്തുള്ള ട്രാൻസ്ഫോമർ അടിച്ചു പോവും. ചേട്ടാ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ബാംഗ്ലൂരിൽ മൈക്കെടുത്തപ്പോൾ അവിടെയുള്ള ഏതാണ്ട് അടിച്ചു പോയി. പരുത്തിപ്പാറ ഗ്രേസ് മിനി ഹാളിൽ വെച്ചാൽ ഇത് പുള്ളി പ്രസംഗിക്കുന്നത്. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, സഹോദര, തൊട്ടടുത്ത് പരുത്തിപ്പാറ 110 kV ലൈൻ സബ്സ്റ്റേഷനുണ്ട്, അതെല്ലാം കൂടെ അടിച്ചു പോയാൽ നമ്മുടെ പണി പോവും. അവൻ എന്തൊക്കെ പ്രസംഗിച്ചോ അതിനെല്ലാം പിന്നെ അഴിച്ച് വീണ്ടും പ്രസംഗിക്കേണ്ടി വന്നു. അവനെ കൊണ്ടുവന്ന എല്ലാവരും അങ്ങ് പിണങ്ങി എൻ്റെ അടുത്ത്. എന്തോ കാണിച്ച്, അന്ന് വൈകിട്ട് പുള്ളി ഇവിടെ വലിയ ഒരു കൺവെൻഷന് പ്രസംഗിക്കുക. അപ്പോൾ ഞായറാഴ്ച പ്രസംഗിക്കാൻ വന്നതാണ്. ഞാനങ്ങ് തിരുത്തി. കാരണം അന്ന് അവിടെ വെച്ച് തിരുത്തിയില്ലെങ്കിൽ അതൊത്തിരി തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അവൻ്റെ ഭാര്യ തമിഴ് കുട്ടി, അവളിരിപ്പുണ്ട് അവിടെ. കഴിഞ്ഞ ഉടനെ അവളെൻ്റെ അടുത്ത് വന്ന്, അണ്ണേ താങ്ക് യു വെരി മച്ച് ഫോർ കറക്റ്റിംഗ് ഹിം. അവൾ ഉള്ളത് പറഞ്ഞു, അണ്ണാ അവനെ തിരുത്തിയത് നന്നായി. തമിഴ്നാട്ടിൽ ഒരു പാസ്റ്ററും അവനെ തിരുത്തത്തില്ല. കാര്യം ഇവൻ വലിയ ഹീറോ ആയിട്ട് കിടക്കുക. ഇപ്പം അവൻ്റെ പേര് പോലും കേൾക്കാനില്ല. പൊങ്ങി വന്നൊരു ചെറുപ്പക്കാരനാണ്, എവിടെ പോയെന്ന് എവിടെയില്ല. ഞാനിതാ പറയുന്നത് പ്രിയപ്പെട്ടവരെ, തെറ്റായ ഉപദേശം ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുന്നവരും കൂടിയാണ് അപ്പോസ്തലന്മാർ.
ദുരുപദേശം തിരുത്തുന്നത് AI അല്ല, ഗൂഗിൾ അല്ല. തിരുത്തുവാൻ ദൈവം നിയോഗിച്ചയച്ച ചിലർ ദൈവസഭയിൽ എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. അവരെഴുന്നേറ്റ് ഈ വചനം വെച്ച് അവർ തിരുത്തണം. പ്രിയപ്പെട്ടവരെ, അവർ തിരുത്തണം. അടുത്തത്, ദേ ഹാവ് ടു ബ്രിങ് അലൈൻമെൻറ്റ്. അല്ലേ, സഭകളെ ചിലത് ഈ ഒരേ ആത്മാവ് അല്ലെങ്കിൽ ഒരേ ദർശനം അല്ലെങ്കിൽ ഒരേപോലെ അല്ലേ, അവരവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ചില നെറ്റ്വർക്ക്സ് അല്ല, നെറ്റ്വർക്ക്സ് എന്ന് പറയും, നെറ്റ്വർക്ക്. അങ്ങനെയുള്ള ചില നെറ്റ്വർക്കുകളെ ദൈവം ഈ ദിവസങ്ങളിൽ കൊണ്ടുവരും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? അങ്ങനെയുള്ള ചില നെറ്റ്വർക്കുകൾ, ചില അലൈൻമെൻറ്റ് ദൈവം ചെയ്യും. അടുത്തത്, ദേ മേ ബ്രിങ് യൂണിറ്റി. എന്താ അത്? ചില ഐക്യം, ചില സഭകളെ, ചില സംഘടനകളെ, ചില പ്രസ്ഥാനങ്ങളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ പട്ടണത്തിൽ ഒരു കാലത്ത് സഭകളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു വലിയ ദൗത്യം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ എവിടെയോ വെച്ച് എനിക്കൊരു മടുപ്പ് തോന്നിയിട്ട് ഞാനും അത് വിട്ടുമാറി. പക്ഷേ ഈ ദിവസങ്ങൾ വീണ്ടും ശക്തമായിട്ട് പലരും പറയും, ഇല്ല, നമുക്ക് ഒരുമിച്ച് നിൽക്കണം. നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം, നമുക്ക് ചെയ്യാം. അല്ലേ, ഈ ദിവസങ്ങളിൽ കർത്താവ് വരുന്നതിന് മുമ്പ് ഒരു വലിയ ഐക്യം, ദൈവ കുടുംബത്തിൻ്റെ ഒരു ഐക്യം ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. അതിൻ്റെ കൂടെ അടുത്തത് അപ്പോസ്റ്റൽസ് ചെയ്യുന്നൊരു കാര്യം, ദേ ആക്ടിവേറ്റ് ദ ഗിഫ്റ്റ്സ് ഇൻ അതേഴ്സ്. എന്താണ്? ചിലരിലുള്ള ചില കൃപാവരങ്ങളെ എന്ത് ചെയ്യും? ജ്വലിപ്പിക്കുവാൻ ദൈവം ചിലരെ ഉപയോഗിക്കും. ഈ ദിവസങ്ങൾ ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി പറയാം. ഇവിടേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും മിനിമം എന്തെങ്കിലും ഒരു കൃപാവരം ദൈവം തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. അത് നിങ്ങൾ അറിയുന്നില്ലായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് പണ്ടറിയാമായിരുന്നു. പണ്ടൊക്കെ ഞാൻ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമൊക്കെ വരുമായിരുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? എവിടെ വെച്ചോ നിന്നുപോയോ? അത് കർത്താവ് തിരിച്ചെടുത്തോ? പണ്ട് ഞാൻ ചില ദൂതുകളൊക്കെ പറയും, എന്നിട്ടിപ്പോൾ എന്തായി? എവിടെ വെച്ച് ദൈവം അങ്ങ് തിരിച്ചെടുത്തോ? ദൈവം തന്നതൊന്നും തിരിച്ചെടുക്കുന്നില്ല, ഓർത്തോണം. അല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്നത് തന്നെയാണ്, നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനെ എന്ത് ചെയ്യണം? ചിലപ്പോൾ അതിങ്ങനെ അണഞ്ഞ് അതങ്ങ് കെട്ട് ഇപ്പോൾ ഒരു ചാരം മൂടി ഒരു കരിക്കട്ട പോലെ ഇരിക്കുക. പക്ഷെ ഒന്ന് ഊതിക്കൊടുത്തേ, കുറച്ച് നേരം ഊതുമ്പം കത്തും. അതിനെ ഊതി കത്തിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ചിലത് ഊതി കത്തിക്കാൻ നമ്മൾ പോവാം. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കോ. അല്ലേ, അങ്ങനെയെങ്കിൽ ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവരെഴുന്നേൽക്കുമ്പോൾ അവർ ക്യാരി ചെയ്യുന്ന ഒരു ഡിവൈൻ അതോറിറ്റി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു ദൈവികമായൊരു അധികാരം അവരുടെ മേലുണ്ട്. എന്താണ്? ടു കൺഫ്രണ്ട് സ്പിരിച്വൽ ഡാർക്ക്നെസ്. നമുക്ക് ചുറ്റും അന്ധകാരം വ്യാപരിക്കുന്നു. എന്തോ നമ്മൾ യെശയ്യാ 60 വായിക്കുന്നത്? കൂരിരുട്ട് ജാതികളെയും അന്ധകാരം ഭൂമിയെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ. അങ്ങനെയെങ്കിൽ എഴുന്നേറ്റ് പ്രകാശിക്കുക. ഈ ദിവസങ്ങളിൽ അന്ത്യകാലത്ത് ദൈവസഭ എഴുന്നേറ്റ് പ്രകാശിക്കണം. കാര്യം, നമുക്ക് ചുറ്റുമുള്ള ഈ അന്ധകാര ശക്തികളെ കൺഫ്രണ്ട് ചെയ്യേണ്ട ഏക ശക്തി അത് ഭൂമിയിൽ വെച്ചിരിക്കുന്നത് ദൈവശക്തിയാൽ നിറഞ്ഞ ദൈവസഭയാണ്. അങ്ങനെയെങ്കിൽ ഈ അന്ധകാരത്തിൽ നമ്മളും കൂടി ഇരുട്ടത്തിരിക്കുകയല്ല വേണ്ടത്, ഇരുട്ടുള്ളിടത്താണ് നമ്മളൊരു മെഴുതിരി കത്തിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും എഴുന്നേറ്റ് പ്രകാശിക്കാൻ പോവുക. ആൻഡ് വി ഹാവ് ടു ബ്രേക്ക് സ്ട്രോങ് ഹോൾഡ്സ്. ചില കോട്ടകളെ ഇടിച്ച് കളഞ്ഞേ പറ്റൂ. വീണ്ടും പറയുന്നു, വി നീഡ് ടു എസ്റ്റാബ്ലിഷ് ഓർഡർ. ക്രമം കെട്ട് കിടക്കുക. പണ്ട് അപ്പോസ്തലന്മാരെ പറ്റി അന്ന് അപ്പോസ്തലപത്രത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവർ ഈ പട്ടണത്തെ കീഴ്മേൽ. ഞാൻ പറയുന്നത് ശരിയാ. എന്താണെന്നറിയാം? ഓൾറെഡി കീഴ്മേൽ മറിഞ്ഞാ ലോകം ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നുകൂടെ മറിക്കുമ്പോൾ നേരെയായി. തിരുവനന്തപുരം മൊത്തം തലകീഴായിരിക്കുന്നത്, നമ്മളതിനടുത്ത് നേരെ വയ്ക്കുമ്പം നേരെയായി. ഇപ്പം മനസ്സിലായോ? നമ്മളല്ല കീഴ്മേൽ മറിക്കുന്നത്, ഓൾറെഡി കീഴ്മേൽ മറിഞ്ഞ് കിടക്കുക. നമ്മളതിനെ എടുത്ത് ഒന്നുകൂടെ മറിച്ച് വെച്ചപ്പം ശരിയായി. അത് ചെയ്യാനാണ് ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. അടുത്തത്, അപ്പോസ്റ്റൽസ് ആർ സപ്പോസ് ടു റിസ്റ്റോർ ഓണർ. ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം, അന്യോന്യം ബഹുമാനം കൊടുക്കാതെ, അന്യോന്യം ഒരു ആദരവ് കാണിക്കാതെ, അന്യോന്യം ഈ പറഞ്ഞാൽ ഓണർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത് കൊടുക്കാത്ത ഏക ഒരു കൂട്ടരാരാന്നറിയാം? ഞാൻ ചോദിച്ചോട്ടെ, ഒരു പാസ്റ്റർ ഇഷ്ടമുള്ള എത്ര പാസ്റ്റർമാരൊരു പട്ടണത്തിൽ കാണും? പറ. കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഏറ്റവും വലിയ സങ്കടം, ചർച്ചസ് ഡോണ്ട് നോ ഹൗ ടു ഗീവ് ഓണർ. മാനം കൊടുക്കേണ്ടതിന് മാനം കൊടുക്കണം, അല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ മാനം കൊടുക്കാതെ പകരം അപമാനിക്കുന്നൊരു കൂട്ടരാരാന്നറിയാം? ദൈവമക്കളും ദൈവദാസന്മാരും ശുശ്രൂഷന്മാരുമാണ്. ഞാൻ വേദനയോടെ പറയുക. ഇടയ്ക്ക് ഞാനൊരു ഒരു യോഗത്തെ, ഞാൻ പറയുന്നില്ല, ഒരു സ്റ്റേജിലാണ് ഞാനും ഇരുന്നത്. എന്നെയും കൊണ്ട് അവർ കൊണ്ട് സ്റ്റേജിൽ ഇരുത്തി. ഒരു 10-20 അഭിഷിക്തന്മാരിരിപ്പുണ്ടായിരുന്നു.
അവിടെ വലിയ ശുശ്രൂഷയൊക്കെ നടക്കുക. ഈ അഭിഷിക്തന്മാർ തമ്മി പറയുന്ന വാക്കുകളും പറയുന്ന തമാശകളും പറയുന്ന ചിലർ ഞാനിരുന്നങ്ങ് ഐ ഫെൽറ്റ് സോ മച്ച് ഔട്ട് ഓഫ് പ്ലേസ്. ഇറങ്ങിപ്പോകാനും വയ്യ, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് ഞാൻ ചിന്തിച്ച്, എന്താ അങ്ങ് കളിയാക്കുക തന്നെ. ഒരാളെ വലിയ കാര്യമായിട്ട് മുന്നോട്ട്, ഇപ്പോൾ അഭിഷിക്തൻ മുന്നോട്ട് വന്ന് നമ്മോട് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇരുന്നിട്ട് അഭിഷിക്തൻ പറയാൻ തുടങ്ങിയപ്പം ഇവിടെ നിന്ന് എല്ലാവരും കൂടെ അയാളെ കളിയാക്കുക. അയാൾ പറഞ്ഞ പ്രസംഗത്തെ എല്ലാം അവിടെ ഇരുന്നുകൊണ്ട് കമൻ്റ് അടിക്കുക. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ, വേർ ഇസ് ദി ഓണർ? എല്ലാവരും അന്യോന്യം കളിയാക്കുക, എന്നിട്ട് ഈ പറയുന്നതിന് അടുത്ത് നിൽക്കുമ്പോൾ അവനെ കളിയാക്കുന്നു. ഇതെല്ലാം ഞാനിരുന്ന് കേട്ടുകൊണ്ട് നമുക്കിത് ശീലവും ഇല്ല. ഹുയ്യോ, അന്നേരം 1.5 മണിക്കൂർ ആ സ്റ്റേജിൽ ഇരുന്ന് പെട്ടുപോയി ഞാൻ. തിരുവല്ലായിക്കും കോഴഞ്ചേരിക്കും ഇടയ്ക്കുള്ളൊരു സ്ഥലത്താണ്. വേദനയോടെ പറയട്ടെ, ഞാൻ നിങ്ങൾ ചിരിച്ചെങ്കിലും വേദനയോടെ പറയാം. ഞാൻ അവിടെ നിന്നോട് ചിന്തിച്ചു, ദൈവമേ, ഒരിക്കലും ഞങ്ങളൊന്നും ഇങ്ങനെ പറയത്തില്ല. ഇതെന്താ ഇത്? തിരിച്ച് ആ ഓണർ മടക്കി കൊണ്ടുവരേണ്ടവർ അപ്പോസ്തലന്മാരാ, പ്രവാചകന്മാരാ. ആ അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന സഭകൾ ഈ മാനം, ബഹുമാനം, ആദരവ് തിരിച്ചു കൊണ്ടുവരും പ്രിയപ്പെട്ടവരെ. അടുത്തത്, അപ്പോസ്റ്റൽസ് ഹാവ് ടു കറക്റ്റ് റിബല്യൻ. റിബല്യൻ എന്തോ എന്ന് പറയുന്നത്? ശാഠ്യം, മറുതലിപ്പ്, മത്സരം. അതാ കറക്റ്റ്, മത്സരം. ഇന്നത്തെ ദൈവസഭയ്ക്കുള്ളിലുള്ള മത്സരത്തെ തിരുത്തി കൊണ്ടുവരാൻ ഒരു ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്ന ഒരു തലമുറയുണ്ട്. അവരാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. ഹൈക്കോടതിയും റിസീവറും ഒന്നുമല്ല ഇത് തിരുത്തേണ്ടത്. ഇത് തിരുത്തേണ്ടത് അപ്പോസ്തലന്മാർ എഴുന്നേക്കണം. ഈ ദിവസങ്ങൾ എന്നോട് വേദനയോട് പലരും ചോദിക്കുന്നു. ഇടയ്ക്ക് ഞാൻ ഇന്നലെ കല്യാണത്തിന് പോയപ്പോൾ ഒരു ബ്രദറുംകാരനോട് ചോദിച്ചു, നിങ്ങളുടെ ഇടയിൽ ആരും ഇല്ലേ ഇതൊന്ന് പറഞ്ഞു തീർക്കാൻ? ഇവിടത്തേക്കൊന്നും കാര്യമല്ലേ? അതും ഇവിടെ തിരുവല്ലായ്ക്കും കോഴഞ്ചേരിക്കും ഇടയ്ക്കുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ഇടയിൽ ഒരാളില്ലേ? നിങ്ങളുടെ ഇടയിൽ ആരും ഇല്ലേ എന്നൊരു ബ്രദറുംകാരൻ പിന്നെ ഞാൻ എന്നോട് ചോദിച്ചു. ഞാൻ ഉരുളാൻ വേണ്ടി പറഞ്ഞ് എനിക്കറിയത്തില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് മാറി ഓടുന്നത്. അല്ല, എന്തോ പറയാനാ അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് റിബല്യൻ. ഒരർത്ഥത്തിൽ എന്താണ്? മത്സരവും ശാഠ്യവുമാണ് നടക്കുന്നത് അല്ലേ, നേതൃത്വത്തിന് വേണ്ടി. അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടെ ആരെങ്കിലും ഇതൊന്ന് കറക്റ്റ് ചെയ്യാനില്ലേ? അടുത്തത്, അപ്പോസ്റ്റൽസ് ആർ സപ്പോസ് ടു ആക്ടിവേറ്റ് കോളിങ്സ്. നിങ്ങളുടെ ഓരോരുത്തരുടെ വിളി എന്താണ്? അതിനെ ഒന്ന്, നമ്മളീ പറഞ്ഞല്ലേ, സിം ഇട്ടു, പക്ഷെ അതിനെ എന്ത് ചെയ്യണം? ഫോൺ, എത്ര പുതിയ ഫോൺ മേടിച്ചാലും, എത്ര ഐഫോൺ, എത്ര പുതിയ മോഡലാണെങ്കിലും അതിനെ ആക്ടിവേറ്റ് ചെയ്താലേ നമുക്കതുകൊണ്ട് ഗുണമുള്ളൂ. ഇതുപോലെ എല്ലാവരും നല്ല പുതിയ, നല്ല കെട്ടുപൊട്ടിക്കാത്ത നല്ല കവർ എന്താണ് ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. എല്ലാവരും വാങ്ങിച്ച കവറോടെ ഇരിക്കുക. ഇന്ന് എല്ലാത്തിനെയും കവർ അഴിച്ച് എന്ത് ചെയ്യാൻ പോവുക? ആക്ടിവേറ്റ് ചെയ്യാൻ പോവുക. ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഐഫോണുകളെല്ലാം എഴുന്നേറ്റിരിക്കും, നമുക്കൊന്ന് ആക്ടിവേറ്റഡ് ആവാം. അടുത്തത്, അപ്പോസ്റ്റൽസ് ഹാവ് ടു ഇമ്പാർട്ട് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. എന്താണ്? ദൈവം വെച്ചിരിക്കുന്ന കൃപാവരങ്ങളെ എന്ത് ചെയ്യും? എൻ്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരം. അതിൻ്റെ അർത്ഥം പൗലോസിൻ്റെ കൈവെപ്പിനാൽ ഒരു കൃപാവരം തിമോത്തിയോസിന് ലഭിച്ചു. ഇന്നും ഇതുപോലെ അപ്പോസ്തലിക കൈവെപ്പിനാൽ ചില കൃപാവരങ്ങൾ തീർച്ചയായിട്ടും ചിലർക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ലഭിച്ച കൃപാവരങ്ങൾ, എന്തെങ്കിലും ഉള്ള കൃപാവരങ്ങൾ ചിലപ്പം ജ്വലിപ്പിച്ചെടുക്കണം. അവിടെയാണ് പൗലോസ് നമ്മൾ ആദ്യം വായിച്ച വാക്യം എന്താണ്? നിങ്ങളെ ഇടിച്ചു കളവാനല്ല, പണിവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരം. 1 കൊരിന്ത്യർ 4:20. എല്ലാവർക്കും അറിയാവുന്ന വാക്യം തന്നെയാണ്. സമയക്രമോട് ഞാൻ വായിക്കുന്നു. ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിലെത്രയാകുന്നു. അതിൻ്റെ അർത്ഥം വചനം എന്ന് പറഞ്ഞാൽ ഈ വചനമല്ല. ഇറ്റ്സ് നോട്ട് ഇൻ ടോക്ക്, ഇറ്റ്സ് ഇൻ പവർ. ഇന്ന് പലപ്പോഴും ഈ ദൈവരാജ്യം അതിനെപ്പറ്റി ഒത്തിരി വർത്തമാനമായി കേൾക്കുന്നത്. ഇപ്പം ഞാൻ ഇത്ര നേരം പറഞ്ഞ വർത്തമാനം വേണം നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ വെറും വർത്തമാനമല്ല, ഇത് പവർ, ശക്തിയിൽ കാണണം. അങ്ങനെയാണെങ്കിൽ അപ്പോസ്റ്റൽസ് ആൻഡ് പ്രോഫറ്റ്സ് ദേ ഓപ്പറേറ്റ് ഇൻ ഡെലിവറൻസ്. എന്താണ്? വിടുതൽ. ഇവിടെ ഒത്തിരി കേൾക്കാത്തൊരു വാക്കായത്. നിങ്ങൾക്ക് ചിലർക്ക് സന്തോഷമായി, ഫാസ്റ്ററും ഡെലിവറൻസ് ഒക്കെ പറഞ്ഞു തുടങ്ങി. ഇനി കർത്താവ് മിക്കവാറും പെട്ടെന്ന് വരും. കാര്യം അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ് സാമ്പാസ്റ്ററും വിടുതലിനെ പറ്റിയൊക്കെ അത് പറഞ്ഞു തുടങ്ങി. ഇനി എന്നും കൂടെ ഫയർ എന്നും കൂടെ പറയുമ്പം സംഗതി ശരിയാവും അല്ലേ? എങ്കിൽ കേട്ടോ, ഡെലിവറൻസ്. അടുത്തത് ഹീലിംഗ്. എന്താണ്? സൗഖ്യം. അടുത്തത് മിറക്കിൾസ്, അത്ഭുതങ്ങൾ. അടുത്തത് പ്രൊഫസി, പ്രൊഫറ്റിക് വേർഡ്സ്. അടുത്തത് ബ്രേക്ക് ത്രൂ, സയൻസ് ആൻഡ് വണ്ടേഴ്സ്, അത്ഭുതങ്ങൾ, അടയാളം. എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നോട്ട് ജസ്റ്റ് ടീച്ചിങ് ബട്ട് ഡെമൺസ്ട്രേഷൻ. ഇത്ര
ഇത്രയും നേരം ഞാൻ ഈ പറഞ്ഞ ഒരു ടീച്ചിങ് ആയിട്ട് വേണേൽ മാത്രം നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾ ചിലരൊക്കെ കുത്തിയിരുന്ന് നോട്ട് എഴുതുന്നു. പേടിക്കണ്ട, നോട്ട് വേണേൽ അയച്ചു തരാം. നിങ്ങൾ എന്താ ഒന്നുകൂടെ പറഞ്ഞു. ഇത് നോട്ട് എഴുതത്തോണ്ടൊന്നും കാര്യമില്ല, ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.